കേന്ദ്ര നയങ്ങൾക്കെതിരെ സിപിഎം രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് അടുത്ത മാസം 11 മുതൽ 17 വരെ സിപിഎം പ്രക്ഷോഭം സംഘടിപ്പിക്കും. അമേരിക്കയുടെ ജൂനിയർ പങ്കാളിയായി ഇന്ത്യ മാറുന്നതിന്റെ സൂചനയാണ് പ്രതിരോധ രംഗത്തടക്കം 100% വിദേശ നിക്ഷേപം കൊണ്ടുവരുന്നതെന്നും യെച്ചൂരി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. The Central Committee decided to organize a all India protest movement. And the decision is that between the 11th to the 17th of July, all over the country, the CPIM, all its units, will engage in protest actions and struggles and focusing on the issue of price rise and unemployment. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ബംഗാൾ ഘടകം സ്വീകരിച്ച തെരഞ്ഞെടുപ്പ് തന്ത്രം പാർട്ടി നയവുമായി യോജിക്കുന്നതല്ലെന്ന് സിപിഐഎം കേന്ദ്ര കമ്മിറ്റിയുടെ വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് ധാരണ പാർട്ടി കോൺഗ്രസ് തീരുമാനങ്ങൾക്ക് വിരുദ്ധമായിരുന്നു. തെറ്റ് തിരുത്താൻ ബംഗാൾ ഘടകത്തോട് നിർദ്ദേശിച്ചതായും യെച്ചൂരി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. The Central Committee concluded that the electoral tactics adopted in West Bengal were not in consonance with the Central Committee decision for not having an alliance with or an understanding with the Congress party. The Central Committee noted should be rectified, and the electoral line of the party should adhere to the political tactical line that we adopted in our party Congress. കഴിഞ്ഞ 2 ദിവസമായി ദില്ലിയിൽ തുടർന്ന് വന്ന സിപിഐഎം കേന്ദ്ര കമ്മിറ്റി യോഗം സമാപിച്ചു. അച്ചടക്ക ലംഘനത്തിന് കേന്ദ്ര കമ്മിറ്റി അംഗം ജഗ്പതി സാങ്വാനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. വിവരങ്ങളുമായി എം സന്തോഷ് ചേരുന്നു. സന്തോഷ്, കേന്ദ്ര കമ്മിറ്റിയുടെ മറ്റു തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? കൂടാതെ ജഗ്പതി സാങ്വാന്റെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി. ധന്യ, കേരളം, പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിലയിരുത്തലും നിലവിലെ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ വിലയിരുത്തലുമായിരുന്നു 3 ദിവസമായി ദില്ലിയിൽ ചേർന്ന സിപിഐഎം കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ പ്രധാന അജണ്ട. ഇതിൽ തന്നെ പശ്ചിമ ബംഗാൾ ഘടകം സ്വീകരിച്ച തിരഞ്ഞെടുപ്പ് തന്ത്രത്തെ സംബന്ധിച്ച് ഏറെ നേരം നീണ്ടുനിന്ന ചർച്ച കേന്ദ്ര കമ്മിറ്റി യോഗത്തിലുണ്ടായി. കോൺഗ്രസുമായി തിരഞ്ഞെടുപ്പ് ധാരണയുണ്ടാക്കിയ പശ്ചിമ ബംഗാൾ ഘടകത്തിന്റെ നടപടി പാർട്ടി നയവുമായി യോജിക്കാത്തതെന്ന ഭൂരിപക്ഷ അഭിപ്രായമാണ് കേന്ദ്ര കമ്മിറ്റിയിൽ ഉയർന്നത്. കേന്ദ്ര കമ്മിറ്റി അതുകൊണ്ട് തന്നെ ഈ പാർട്ടി നയവുമായി യോജിക്കാത്ത തീരുമാനമെടുത്തത് അംഗീകരിക്കാനാകില്ല എന്ന് കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തുകയും പാർട്ടി നയം കർശനമായി നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനായി പോളിറ്റ് ബ്യൂറോയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. കേരളത്തിൽ മികച്ച നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നാണ് കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നിലവിലെ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളും കേന്ദ്ര സർക്കാർ നയങ്ങളും പരിശോധിച്ച കേന്ദ്ര കമ്മിറ്റി ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന നയമാണ് സർക്കാർ തുടരുന്നത് എന്ന് വിലയിരുത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജൂലൈ 11 മുതൽ 17 വരെ വിലക്കയറ്റത്തിനെതിരെ രാജ്യവ്യാപകമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്ര കമ്മിറ്റിയിൽ അച്ചടക്ക ലംഘനം നടത്തിയതിനാണ് കേന്ദ്ര കമ്മിറ്റി അംഗമായ ജഗ്പതി സാങ്വാനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ തീരുമാനിച്ചത്. കേന്ദ്ര കമ്മിറ്റി ഒരു തീരുമാനം കൈക്കൊണ്ടതിന് ശേഷവും വിമർശനം ഉന്നയിക്കുകയും കേന്ദ്ര കമ്മിറ്റി യോഗത്തിനിടെ സന്തോഷമാണ് വിശദാംശങ്ങൾ നൽകിയത്. ജിഷ വധക്കേസ് അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവ്. കാക്കനാട് ജില്ലാ ജയിലിൽ നടത്തിയ തിരിച്ചറിയൽ പരേഡിൽ പ്രതി അമീറുൽ ഇസ്ലാമിനെ പ്രധാന സാക്ഷി തിരിച്ചറിഞ്ഞു. അയൽവാസിയായ ശ്രീലേഖയാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. അതേസമയം പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിപ്പിക്കുന്നതിനായി അന്വേഷണ സംഘം പെരുമ്പാവൂർ കോടതിയിൽ അപേക്ഷ നൽകി. പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിനായി പോലീസ് നാളെ കോടതിയിൽ അപേക്ഷ നൽകും. കുന്നുംപുറം മജിസ്ട്രേറ്റ് ഷിബു ഡാനിയലിന്റെ മേൽനോട്ടത്തിൽ കാക്കനാട് ജില്ലാ ജയിലിൽ വെച്ച് നടത്തിയ തിരിച്ചറിയൽ പരേഡിലാണ് ജിഷയുടെ അയൽവാസി ശ്രീലേഖ പ്രതി അമീറുൽ ഇസ്ലാമിനെ തിരിച്ചറിഞ്ഞത്. തിരിച്ചറിയൽ പരേഡിന് ഹാജരാകാൻ 6 പേർക്ക് സമൻസ് അയച്ചിരുന്നെങ്കിലും ശ്രീലേഖ മാത്രമാണ് എത്തിയത്. കൊലപാതകം നടന്ന ദിവസം ജിഷയുടെ വീടിന് സമീപം സംശയാസ്പദമായ നിലയിൽ യുവാവിനെ കണ്ടിരുന്നുവെന്ന് ശ്രീലേഖ നേരത്തെ മൊഴി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് ശ്രീലേഖയെ തിരിച്ചറിയൽ പരേഡിന് വിളിപ്പിച്ചത്. കൊലപാതക ദിവസം ജിഷയുടെ വീടിന് സമീപം ഒരു യുവാവിനെ ശ്രീലേഖ കണ്ടിരുന്നുവെന്ന് ഭർത്താവ് സുരേഷ് സ്ഥിരീകരിച്ചു. ചൂണ്ടിക്കാണിച്ചേക്കണം വ്യക്തമായിട്ടൊന്നും കണ്ടിട്ടില്ല. നമുക്ക് സംശയം തോന്നിയ ഒരു പയ്യെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പ്രതിയെ തിരിച്ചറിഞ്ഞത് കേസിൽ നിർണായക വഴിത്തിരിവായിരിക്കുകയാണ്. തിരിച്ചറിയൽ പരേഡിന് ശേഷം പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിക്കണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം പെരുമ്പാവൂർ കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഇതിന് അനുമതി ലഭിച്ചാൽ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. പ്രതിയെ ഹാജരാക്കവേ തന്നെ പോലീസ് കസ്റ്റഡി അപേക്ഷയും സമർപ്പിക്കും. പ്രതി അമീറുളിനെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് കോടതി ഉത്തരവായാലുടൻ ഇയാളെ തെളിവെടുപ്പിന് കൊണ്ടുപോകും.
ന്യൂസ് ബ്യൂറോ, കൊച്ചി. വിദേശ നിക്ഷേപ നയത്തിൽ വൻ മാറ്റം വരുത്തി കേന്ദ്ര സർക്കാർ. വ്യോമയാന രംഗത്തും പ്രതിരോധ രംഗത്തും 100% വിദേശ നിക്ഷേപത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. ഫാർമസി മേഖലയിൽ 74% നിക്ഷേപമാകാം. ബ്രോഡ്കാസ്റ്റിംഗ്, ഇ-കൊമേഴ്സ് മേഖലകളിലും 100% വിദേശ നിക്ഷേപത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിയമനങ്ങളിൽ വീണ്ടും ക്രമക്കേട്. പ്യൂൺ നിയമനത്തിന്റെ പേരിൽ ലക്ഷങ്ങളുടെ കോഴയെന്ന ആരോപണം. നിയമന ലിസ്റ്റ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ലിസ്റ്റ് പുറത്തായി. അതീവ രഹസ്യമായി ലോക്കറിൽ സൂക്ഷിക്കേണ്ട ലിസ്റ്റാണ് പുറത്തായത്. ലിസ്റ്റ് പീപ്പിളിന് ലഭിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്യൂൺ നിയമനത്തിന് മറവിലാണ് ക്രമക്കേടുകൾ നടക്കുന്നത്. ദിവസവേതനക്കാർക്കായി സംവരണം ചെയ്യപ്പെട്ട ഒഴിവുകളിലേക്കാണ് ലക്ഷങ്ങളുടെ കോഴ ഇടപാടുകൾ നടന്നത്. ഔദ്യോഗികമായി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ റാങ്ക് ലിസ്റ്റ് പുറത്തിറങ്ങി. രജിസ്ട്രാറുടെ ഓഫീസിൽ അതീവ രഹസ്യമായി സൂക്ഷിക്കേണ്ട ലിസ്റ്റാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ലിസ്റ്റിന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. ലിസ്റ്റ് കാണിച്ച ഉദ്യോഗാർത്ഥികളിൽ നിന്നും ലക്ഷങ്ങൾ കോഴ വാങ്ങിയതായും വിവരമുണ്ട്. ലിസ്റ്റിലുള്ളവർക്ക് UDF അനുകൂല സംഘടനകളിൽ അംഗത്വവും നൽകി. രജിസ്ട്രാറുടെയും വൈസ് ചാൻസലറുടെയും ഒരു വിഭാഗം സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും അനുമതിയോടെയാണ് ക്രമക്കേടുകൾ നടക്കുന്നതെന്നും ആരോപണമുയർന്നിട്ടുണ്ട്. പ്യൂൺ നിയമനത്തിലെ നടപടിക്രമങ്ങൾ നേരത്തെ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. സ്റ്റേ നീക്കിയാലുടൻ നിയമനം നടത്താനാണ് നീക്കം. അതേസമയം ക്രമക്കേടുകൾ അന്വേഷിച്ച് കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് പറഞ്ഞു. ആരുടെ ഇടപെടൽ കൊണ്ടാണ് ഈ ക്രമക്കേട് ഉണ്ടായിട്ടുള്ളത് എന്ന് നല്ലപോലെ പരിശോധിച്ചാലേ മനസ്സിലാവുള്ളൂ. അതിനു മുമ്പ് ഇന്ന ആളാണ് അല്ലെങ്കിൽ ഇന്ന ബോഡിയാണ് അതിന് ഉത്തരവാദി എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പരിശോധനയിൽ ആരാണ് ഇത്തരം ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി എന്നുള്ളത് കൃത്യമായി കണ്ടെത്തി അവർക്കെതിരെ കർശനമായിട്ടുള്ള നിലപാടെടുക്കും. നേരത്തെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നിയമനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ലക്ഷങ്ങളുടെ കോഴ ഇടപാടുകൾ പീപ്പിൾ TV ഒളിക്യാമറയിലൂടെ പുറത്തു കൊണ്ടുവന്നിരുന്നു. അന്ന് പ്രഖ്യാപിച്ച അന്വേഷണം എവിടെയും എത്തിയിട്ടുമില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഴിമതിയും ക്രമക്കേടുകളും തുടർക്കഥയാവുകയാണ്. നടപടി സ്വീകരിക്കേണ്ട അധികൃതർ തന്നെയാണ് ക്രമക്കേടുകൾക്ക് കൂട്ടുനിൽക്കുന്നതെന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. PV കുട്ടൻ, കോഴിക്കോട്. വാർത്തകളിലേക്ക്. ആൺകുട്ടികളുടെ ആധിപത്യവുമായി ഈ വർഷത്തെ എഞ്ചിനീയറിംഗ് റാങ്ക് പട്ടിക. 1ാം റാങ്ക് എറണാകുളം സ്വദേശി റാം ഗണേശന്. തിരുവല്ല സ്വദേശി അക്ഷയ് ആനന്ദിനാണ് 2ാം റാങ്ക്. തിരുവനന്തപുരം സ്വദേശി അശ്വിൻ S. നായർക്ക് 3ാം റാങ്കും ലഭിച്ചു. അടുത്ത വർഷം മുതൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയ്ക്ക് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നും അപേക്ഷിക്കാമെന്ന് വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥ് വ്യക്തമാക്കി. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ തൃപ്പൂണിത്തുറ സ്വദേശി റാം ഗണേശന് എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി സിവിൽ സർവീസ് നേടുകയാണ് ലക്ഷ്യം. മകന്റെ നേട്ടത്തിൽ നിറഞ്ഞ സന്തോഷത്തിലാണ് മാതാപിതാക്കളായ വെങ്കടേശ്വരനും റോജയും. സ്കൂൾ വിദ്യാഭ്യാസ കാലം തൊട്ടേ പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും റാം മികവ് പുലർത്തിയിരുന്നു. സംസ്ഥാന തലത്തിൽ ഒന്നാമനായി തൃപ്പൂണിത്തുറ ചിന്മയ സ്കൂളിൽ CBSE +2 പഠനം. കണക്കാണ് ഇഷ്ടവിഷയം. 2014 നടന്ന ഓൾ ഇന്ത്യ മാത്സ് ആൻഡ് സയൻസ് ചലഞ്ച് കോമ്പറ്റീഷനിൽ തിളക്കമാർന്ന വിജയം നേടി. നാസയും സന്ദർശിച്ചിട്ടുണ്ട് ഈ കൊച്ചുമിടുക്കൻ. കൂടാതെ NTSC, KVPY തുടങ്ങിയ മത്സര പരീക്ഷകളിലും ഒന്നാമനായിരുന്നു ഈ കൊച്ചുമിടുക്കൻ. വായന ഏറെ ഇഷ്ടപ്പെടുന്ന റാമിന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് സിവിൽ സർവീസാണ് ലക്ഷ്യം. എനിക്ക് IIT ജോയിൻ ചെയ്യാനാണ് ആഗ്രഹം. IIT ഓൾ ഇന്ത്യ 271 കിട്ടി. സ്റ്റേറ്റിൽ 3rd ആയിരുന്നു. അപ്പോൾ ഇലക്ട്രിക്കൽ ബ്രാഞ്ചാണ് ആഗ്രഹം. പിന്നെ അലോക്കേഷൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാനുണ്ട്. റാങ്ക് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും 1ാം റാങ്ക് നേടുമെന്ന് കരുതിയിരുന്നില്ലെന്നായിരുന്നു രക്ഷിതാക്കളുടെ പ്രതികരണം. റാങ്ക് വിവരം അറിഞ്ഞതു മുതൽ അഭിനന്ദന പ്രവാഹമാണ് ഈ വീട്ടിലേക്ക്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കോഴിക്കോട് ജില്ലാ ആരോഗ്യ വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം. പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യത്തിലാണ് ജാഗ്രതാ നിർദ്ദേശം. 10,000-ലേറെ പേർ പനി കാരണം ചികിത്സ തേടിയതായി സ്ഥിരീകരിച്ച കണക്കുകൾ. വയറിളക്കത്തെ തുടർന്ന് 2 കുട്ടികൾ കഴിഞ്ഞ ദിവസം ജില്ലയിൽ മരിച്ചിരുന്നു. ജില്ലയിലെ വിവിധ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലടക്കം 11,680 പേർ പനി കാരണം ചികിത്സ തേടിയതായാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ. സ്ഥിരീകരിക്കാത്ത കണക്കുകൾ ഇതിലും കൂടുതലാണ്. കാലവർഷം ശക്തമായതോടെ ജില്ലയിൽ ജലജന്യ രോഗങ്ങളും പടർന്നു പിടിക്കുന്നു. 2 കുട്ടികൾ മരിച്ച വടകരയിലടക്കം 4,142 വയറിളക്കബാധ കണ്ടെത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ ഡെങ്കിപ്പനി, എലിപ്പനി, മലേറിയ എന്നീ രോഗങ്ങളും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആശങ്ക പരത്തുന്ന വിധത്തിൽ പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ റാപ്പിഡ് ആക്ഷൻ ടീം രൂപീകരിച്ച് പകർച്ചവ്യാധി തടയാനുള്ള നടപടികൾക്ക് ജില്ലാ പഞ്ചായത്ത് തുടക്കം കുറിച്ചതായി പ്രസിഡന്റ് ബാബു പറശ്ശേരി പറഞ്ഞു. ഇതിന് ഒരു റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ DMOയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചു ജില്ലയിൽ ഇതിൻ്റെ ജാഗ്രതയായ പ്രവർത്തനം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ സേവനം ഒന്നുകൂടി ഉറപ്പാക്കിയിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും പരിശോധന, ജ്യൂസ് കടകൾ, ഹോട്ടലുകളുടെ പരിസരം, ഈ തുടങ്ങിയ കാര്യങ്ങളെല്ലാം സംഘടിപ്പിക്കുന്നതിനാവശ്യമായ ഒരു പ്രവർത്തനം കൂടി ഇവിടെ ഇതിൻ്റെ ഭാഗമായി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്.
പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജനങ്ങൾക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അഴീക്കോട് ലൈറ്റ് ഹൌസിനടുത്ത് ചോരക്കുഞ്ഞിനെ കണ്ടെത്തിയ സംഭവത്തിൽ വ്യാജ സിദ്ധൻ അറസ്റ്റിൽ. വ്യാജ ചികിത്സയുടെ പേരിൽ ഭർതൃമതിയായ യുവതിയെ ഗർഭിണിയാക്കിയ ഇയാൾ യുവതി പ്രസവിച്ച കുഞ്ഞിനെ കുറ്റിക്കാട്ടിൽ ഉപേക്ഷിക്കുകയായിരുന്നു. കഴിഞ്ഞ 13-ാം തീയതിയാണ് കണ്ണൂർ അഴീക്കോട് ലൈറ്റ് ഹൌസിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ ചോരക്കുഞ്ഞിനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് പോലീസ് സ്വമേധയാ കേസെടുത്ത് കുഞ്ഞിനെ അമ്മത്തൊട്ടിലിന്റെ സംരക്ഷണയിലാക്കുകയായിരുന്നു. പോലീസ് അന്വേഷണത്തിൽ കണ്ണൂർ ധനലക്ഷ്മി ആശുപത്രിയിൽ അതേ ദിവസം പ്രസവം നടന്നതായും കുഞ്ഞിനെ അമ്മ അശ്രദ്ധമായി ശുശ്രൂഷിച്ചതായി വിവരം ലഭിക്കുകയും ചെയ്തു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അത്താഴക്കുന്ന് സ്വദേശിയുടേതാണ് കുഞ്ഞെന്നും വലിയന്നൂർ പുറത്തിൽപ്പള്ളിക്ക് സമീപമുള്ള വ്യാജസിദ്ധൻ വ്യാജ ചികിത്സ നടത്തി ഭർതൃമതിയായ യുവതിയെ ഗർഭിണിയാക്കുകയും കുഞ്ഞിനെ വളർത്താൻ യുവതിയും ഭർത്താവും വിസമ്മതിച്ചപ്പോൾ വളർത്താനെന്ന വ്യാജേന വാങ്ങി കുറ്റിക്കാട്ടിൽ ഉപേക്ഷിക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഇയാള് ഈ മതപരമായി ചൂഷണം നടത്തുമായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഒരു സ്ത്രീ ഇയാളെ സമീപിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു കുറച്ച് മരുന്നൊക്കെ കൊടുത്തു. എന്നിട്ട് ഇയാൾ അങ്ങനെ അസ്മാവ് ചൊല്ലാൻ വേണ്ടി ഇവളെ വീട്ടിലേക്ക് വന്നു. കുറേ പ്രാവശ്യം വന്ന് അങ്ങനെ ഇവർ ശാരീരികമായി ബന്ധപ്പെട്ടിട്ട് ഇവളങ്ങനെ ഗർഭിണിയായി. അപ്പോൾ അങ്ങനെ സിദ്ധനെ വിളിച്ചു വരുത്തി. സിദ്ധൻ കുട്ടീനെ ഏറ്റെടുത്തു. ഇയാൾ അഴീക്കൽ ലൈറ്റ് ഹൗസിൻ്റെ കുറ്റിക്കാട്ടിൽ തിരിച്ചറിയത് കുട്ടി. വളപട്ടണം SI ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസന്വേഷണം നടത്തിയത്. ലത്തീഫിനെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. വാർത്തകളിലേക്ക്. മഹാ ഇടയന് ജന്മദിന സമ്മാനമായി ആദിവാസികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതികൾ പ്രഖ്യാപിച്ച് മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി. ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലീത്തയുടെ ജന്മദിനാഘോഷ വേദിയിലാണ് പ്രഖ്യാപനം. മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ കൊച്ചിയിൽ സംഘടിപ്പിച്ച ജന്മദിനാഘോഷം മഹാ ഇടയനുള്ള ആദരവ് കൂടിയായി. നാടിൻ്റെ ഇടയനായ വലിയ തിരുമേനിക്ക് വലിയ ആദരവായി മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജന്മദിനാഘോഷം. ക്രിസോസ്റ്റം വലിയ മെത്രോപ്പൊലിത്ത ഏറെ സ്നേഹിക്കുന്ന ആദിവാസി ജനവിഭാഗത്തിനായി 3 ക്ഷേമ പദ്ധതികൾ മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി പ്രഖ്യാപിച്ചു. സൗജന്യ നേത്ര ശസ്ത്രക്രിയ, വൃക്കം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, ഹൃദ്രോഗ ചികിത്സ എന്നിവയാണ് പദ്ധതികൾ. ശുദ്ധിയുടെ കാലമാണ്, നന്മ ചെയ്യേണ്ട പ്രാധാന്യമുള്ള കാലമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇതിൽ സഹായിക്കാനുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹത്തിന് വീണ്ടും ഇനി ഒരു 100 ജന്മദിനങ്ങൾ കൂടെ അഹങ്കാരമാണ് അല്ലെങ്കിൽ അത്യാഗ്രഹമാണ്, എന്നാലും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അതിരില്ലല്ലോ. അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് ജന്മദിനങ്ങൾ ആശംസിച്ചുകൊണ്ട് മമ്മൂട്ടി നടത്തുന്ന സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളെ തന്റെ സ്വതസിദ്ധമായ നർമ്മശൈലിയിൽ വലിയ തിരുമേനി പ്രശംസിച്ചു. നമ്മൾ ഏത് കുഴിയിൽ ചെന്ന് ചാടുമെന്ന് അദ്ദേഹത്തിന് അറിയാം. ആ കുഴി കുഴിച്ചേച്ച് നമ്മളെ അതിലോട്ട് തള്ളി അദ്ദേഹം പണം സമ്പാദിച്ചത്. ആ പണം എന്ത് ചെയ്തു? മനുഷ്യൻ ലോകത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് മനുഷ്യനെ പഠിക്കും. ശാന്തിഗിരി ആശ്രമം ഓർഗനൈസിംഗ് സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി, ഡോക്ടർ KR വിശ്വംഭരൻ, നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കലാസാഹിത്യ മേഖലകൾക്ക് നൽകുന്ന പ്രാധാന്യം പരസ്യചിത്ര നിർമ്മാണത്തിനും നൽകണമെന്ന് നടൻ മമ്മൂട്ടി. ഇന്ത്യൻ ആഡ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷന്റെ ഉദ്ഘാടനം കൊച്ചിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ദൈനംദിന ജീവിതത്തിൽ പരസ്യങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണെന്നും മമ്മൂട്ടി പറഞ്ഞു. സംഘടനയുടെ അംഗത്വം പ്രമുഖ പരസ്യചിത്ര സംവിധായകരായ രാജീവ് മേനോനും VK പ്രകാശനും മമ്മൂട്ടി കൈമാറി. സംവിധായകൻ ലാൽ ജോസ്, ജോസഫ് ചാവറ, സംഘടനാ നേതാക്കളായ ജബ്ബാർ കല്ലറയ്ക്കൽ, സിജോയ് വഗീസ്, ഭാനു പ്രകാശ്, ഷിബു അന്തിക്കാട് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.